hope you all fine. എല്ലാവർക്കും അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജലീൽ. ഞാനിവിടെ ഫിസിക്സ് ആണ് എടുക്കുന്നത്. നമ്മളെ 9th എത്തുന്ന സമയത്ത് നമുക്കറിയാം 8th സ്റ്റാൻഡേർഡിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇവ മൂന്നും ബേസിക് സയൻസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ആയിട്ടായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. ഓക്കെ ആണല്ലോ, നമ്മൾ പഠിച്ച സിസ്റ്റം അതായിരുന്നു. പക്ഷേ 9th എത്തുന്ന സമയത്ത് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇവ മൂന്നും തന്നെ സെപ്പറേറ്റ് ടെക്സ്റ്റ് ആയിട്ടാണ് പഠിക്കുന്നത്. അഥവാ മൂന്നും ഒരുമിച്ച് എന്നതിന് പകരം മൂന്നും സെപ്പറേറ്റ് ആയിട്ടാണ് കാണപ്പെടുക. ഓക്കെ ആണല്ലോ. നമ്മുടെ ഫിസിക്സിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫിസിക്സ് 2 പാർട്ടായിട്ടാണ് വരുന്നത്, പാർട്ട് 1, പാർട്ട് 2. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ഫസ്റ്റ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേരാണ് ഫോഴ്സസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് ഫോഴ്സസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഫോഴ്സ് ആ ടേം നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള ടേം ആണ് അല്ലേ. നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചൊരു ടോപ്പിക്കാണ് എന്ത്, ഫോഴ്സ്. എന്താണ് ഫോഴ്സ് എന്നും ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫോഴ്സസ് ഏതൊക്കെയാണെന്നും അതിന്റെ യൂസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ 8th സ്റ്റാൻഡേർഡിലെ 3rd ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി ലേൺ ചെയ്ത കാര്യമാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്ന കാര്യം നമുക്ക് പോപ്പുലർ ആണ്. പക്ഷേ ഫ്ലൂയിഡ്സ്, വാട്ട് യു മീൻ ബൈ ഫ്ലൂയിഡ്സ്? നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു ടേമാണ് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ ചാൻസ് കുറവായ ടേമാണ് ഫ്ലൂയിഡ്സ്. നമുക്കറിയാം സ്റ്റേറ്റ്സ്, ഒരു സബ്സ്റ്റൻസ് പ്രധാനമായും 3 സ്റ്റേറ്റ് ആയിട്ടാണ് കാണപ്പെടുക. ഫസ്റ്റ് വൺ സോളിഡ്, ആൻഡ് സെക്കൻഡ് വൺ ലിക്വിഡ്, ആൻഡ് തേർഡ് വൺ ഗ്യാസ്. ഓക്കെ ആണല്ലോ. സബ്സ്റ്റൻസ് പ്രധാനമായിട്ടും 3 സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതിലെ സോളിഡിനെ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ബാക്കി ആരാളുള്ളത്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഈ ലിക്വിഡിനെയും ഗ്യാസിനെയും കലക്റ്റീവായി അഥവാ ജനറലി വിളിക്കുന്ന പേരാണ് എന്ത്, ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താ ഓർമ്മ വേണ്ടത്, ലിക്വിഡിനെയും ഗ്യാസിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ്, അഥവാ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആരായിരിക്കും, അത് ലിക്വിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആരായിരിക്കും, ഗ്യാസ് ആയിരിക്കും. അപ്പൊ ഫ്ലൂയിഡ് എന്ന് ഓർമ്മ വരുമ്പോൾ അതിൽ ആർക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മൾ എവിടെയെങ്കിലും ഒരു ഫ്ലൂയിഡ് എന്ന് പറയുന്ന ടേം കേട്ടാൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം, അതിൽ ആർക്കുണ്ട്, ലിക്വിഡ് ഉണ്ട് ആൻഡ് ഗ്യാസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിനെ രണ്ടിനെയും കളക്റ്റീവായി വിളിക്കുന്ന പേരാണ്, അഥവാ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാക്കാണ് എന്ത്, ഫ്ലൂയിഡ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പാഠത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്ററിന്റെ പേരിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അഥവാ എന്താണ്, ഫോഴ്സസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ്സ് ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ആണല്ലോ. നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ ചില എക്സ്പെരിമെന്റിലൂടെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് എക്സ്പെരിമെന്റ് നമുക്ക് എല്ലാവർക്കും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മൾ ചെയ്തതായിട്ടുള്ള ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ്. അതിലൂടെയാണ് നമ്മൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിൾ ആണ്. എക്സ്പെരിമെന്റ് പറയാൻ പോവുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കാം. നമ്മളൊരു ബക്കറ്റിൽ വാട്ടർ എടുത്തു. ആ എടുത്ത വാട്ടർ, അഥവാ ഒരു ബക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്, ആ ബക്കറ്റിലേക്ക് ഞാൻ വാട്ടർ എടുത്തു. അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ നല്ല ക്ലോസ്ലി പാക്ക് ചെയ്ത അല്ലെങ്കിൽ നല്ലപോലെ അടച്ച ഒരു പ്ലാസ്റ്റിക് ബോട്ടിലുണ്ട്. ക്ലിയർ ആണല്ലോ. നല്ലപോലെ കവർ ചെയ്ത അല്ലെങ്കിൽ നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലുണ്ട്. ഞാൻ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനെ എടുത്ത് ഈ ഒരു ബക്കറ്റിലെ വാട്ടറിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ എടുത്ത് ഞാൻ എന്ത് ചെയ്തു, ബക്കറ്റിലെ വാട്ടറിന്റെ സർഫസിലേക്ക് വെച്ചു. എന്താണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുക? അത് ഇമേഴ്സ് ചെയ്ത് പോവോ അല്ലെങ്കിൽ അത് സർഫസിൽ തന്നെ അറ്റൈൻ ചെയ്യുകയാണോ ചെയ്യുക? 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ അത് സർഫസിൽ തന്നെ നിൽക്കും, അല്ലെങ്കിൽ എന്താവും, അതിന് ഭാരമുള്ള അഥവാ വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണല്ലോ, ആ വെയിറ്റ് കൊണ്ട് അത് ഇമേഴ്സ് ചെയ്ത് പോകണം, മുങ്ങിപ്പോകണം. ഓക്കെ ആണല്ലോ. എന്താ അവിടെ സംഭവിക്കുന്നത്, മുങ്ങി പോകുന്നുണ്ടോ അല്ലെങ്കിൽ അത് സർഫസിൽ അഥവാ ഉപരിതലത്തിൽ തന്നെ അറ്റൈൻ ചെയ്യുകയാണോ ചെയ്യുന്നത്? എന്താണ് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുക? നമ്മൾ എല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണിത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞത് ഇത് താഴ്ന്നു പോവാതെ ആ വാട്ടറിന്റെ സർഫസിൽ തന്നെ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ശ്രമിച്ചത്, അഥവാ ആ സർഫസിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ആൻഡ് സെക്കൻഡ് വൺ, ഞാൻ ഈ ബോട്ടിലിനെ എൻ്റെ കൈ കൊണ്ട് ആ വാട്ടറിലേക്ക് ഞാനൊന്ന് കുറച്ച് താഴ്ത്തുന്ന സമയത്ത്, അഥവാ ഞാൻ അതിനെ ഇമേഴ്സ് ചെയ്യിപ്പിക്കുകയാണ്. എൻ്റെ കൈ കൊണ്ട് ഞാൻ ആ വാട്ടർ ബോട്ടിലിൽ പിടിച്ചുകൊണ്ട് താഴ്ത്തുന്ന സമയത്ത്
എനിക്ക് അവിടെ ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞത് എനിക്കൊരു ചെറിയൊരു ഫോഴ്സ് കൊടുക്കേണ്ടി വന്നു. ഫോഴ്സ് മീൻസ് ബലം കൊടുക്കേണ്ടി വന്നു. മനസ്സിലാകുന്നുണ്ടോ? ആ വാട്ടർ ബോട്ടിലിനെ അതിലേക്ക് താഴ്ത്താൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? സം എമൗണ്ട് ഓഫ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യേണ്ടി വന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ തിങ്ക് ചെയ്തു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫോഴ്സ് കൊടുക്കേണ്ടി വന്നത്? ഇങ്ങനെ താഴ്ത്തുന്ന സമയത്ത് എന്തുകൊണ്ട് അത്രയും ഫോഴ്സ് കൊടുക്കേണ്ടി വന്നത്? അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ ആയി. ഇനി ആരെങ്കിലും ഈ വാട്ടർ, ഞാൻ എടുത്തിരിക്കുന്ന ബക്കറ്റിലെ വാട്ടർ മുകളിലേക്ക് ഒരു വേറെ ഫോഴ്സ് വേറെ ഏതോ കൊടുക്കുന്നുണ്ടോ? എനിക്ക് കൺഫ്യൂഷൻ ആയി. കാരണം അങ്ങനെ ഒരു ഫോഴ്സ് മുകളിലേക്ക് കൊടുക്കുന്നത് കൊണ്ടാണല്ലോ എനിക്ക് താഴ്ത്താൻ വേണ്ടി ഓപ്പോസിറ്റ് താഴോട്ട് ഒരു ഫോഴ്സ് കൊടുക്കേണ്ടി വന്നത്. ശരിയാണല്ലോ? നോർമൽ കേസ് എനിക്ക് വളരെ സിമ്പിൾ ആയി താഴ്ത്താൻ കഴിയും. പക്ഷേ അങ്ങനെ എനിക്കൊരു ഫോഴ്സ് കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? ഞാൻ കൊടുക്കുന്ന ഈ ബോട്ടിൽ, ഞാൻ പിടിച്ച ഈ ബോട്ടിലിൽ ഈ വെള്ളം, ഈ വാട്ടർ മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ടല്ലേ എനിക്ക് ഫോഴ്സ് കൊടുക്കേണ്ടി വന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെ ആലോചിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി, ഈ വാട്ടർ മീൻസ് ഈ ലിക്വിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒബ്ജക്റ്റ്, ആ വാട്ടർ ബോട്ടിൽ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. പക്ഷെ നമ്മുടെ എക്സ്പെരിമെന്റ് അവിടെ നിർത്തിയില്ല. നമ്മൾ എന്താ ചെയ്തത്? ഞാൻ ആ വാട്ടർ ബോട്ടിലിൽ പിടിച്ച് താഴ്ത്തിയ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഈ താഴ്ന്നു കിടക്കുന്ന അവസ്ഥയിൽ ഞാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? വാട്ടർ ബോട്ടിലിൽ പിടിച്ച് എൻ്റെ കൈ അങ്ങ് വിട്ടു. ഞാൻ അവിടെ എൻ്റെ കൈ റിമൂവ് ചെയ്തു. അവിടെ നിന്ന് എടുത്ത സമയത്ത് എന്താ സംഭവിച്ചത്? ആ വാട്ടർ ബോട്ടിൽ തിരിച്ച് മുകളിൽ തന്നെ എത്തി. ഞാൻ കൈ വിട്ട സമയത്ത് എന്താ സംഭവിച്ചത്? അവിടെ ആ വാട്ടർ ബോട്ടിൽ തിരിച്ച് എവിടെ തന്നെ എത്തി? അതിന്റെ ആക്ച്വൽ പൊസിഷനായ അതിന്റെ സർഫസിലേക്ക് തന്നെ എന്താണ് തിരിച്ചെത്തുകയാണ് ചെയ്തത്. അപ്പൊ എനിക്ക് കൺഫ്യൂഷനായി, എന്താണ് ഞാൻ കൊടുക്കാതെ വേറെ ആരോ ഒരാൾ എന്താ ചെയ്യുന്നുണ്ട്? വേറൊരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. എങ്ങോട്ട്? ഞാൻ ആ കൈ വിട്ട സമയത്ത് വെള്ളത്തിൽ താഴോട്ടാണോ ഈ ബോട്ടിൽ പോയത്? ഞാൻ താഴ്ത്തി വെച്ച എൻ്റെ കൈ കൊണ്ട് ഞാൻ ആ ബോട്ടിൽ താഴ്ത്തി വെച്ച ആ മൊമെന്റിൽ നിന്ന് ഞാൻ കൈ എടുത്ത സമയത്ത് വാട്ടർ ബോട്ടിൽ എങ്ങോട്ടാ പോയത്? താഴോട്ടല്ല പോയത്, തിരിച്ചെങ്ങോട്ടാ വന്നത്? മുകളിലേക്ക് തന്നെ റിട്ടേൺ വരികയാണ് ചെയ്തത് അല്ലേ? മനസ്സിലായി. എന്താണ്? ആരോ ഒരാൾ, അഥവാ ഈ ലിക്വിഡ് മീൻസ് ആരാ നമ്മളെടുത്തത്? വാട്ടർ മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഞാൻ കൈ വിട്ട സമയത്ത് ആ മുകളിലേക്കുള്ള ഫോഴ്സ്, ബലം കാരണമാണ് എന്തായത്? ഈ വാട്ടർ ബോട്ടിൽ തിരിച്ച് എങ്ങോട്ട് തന്നെ എത്തിയത്? ഇതിന്റെ സർഫസിലേക്ക് തന്നെ എത്തിയത്. അപ്പൊ ഈ പരീക്ഷണത്തിലെ ഈ ഒരു എക്സ്പെരിമെന്റിലെ 3 ഘട്ടങ്ങളിലും നിന്നും എനിക്ക് മനസ്സിലായ കാര്യം എന്താ? ഈ 3 സ്റ്റേജസ് നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ എടുത്ത വാട്ടർ മീൻസ് ലിക്വിഡ് ആണല്ലോ, ഈ ലിക്വിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങോട്ടേക്ക്? അപ്വേർഡ് ഫോഴ്സ് അവിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഒബ്ജക്റ്റ് ആരായിരുന്നു? വാട്ടർ ബോട്ടിലാണല്ലോ. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ആ വാട്ടർ ബോട്ടിലിന്റെ മുകളിൽ അഥവാ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ മുകളിൽ ഈ ഒരു വാട്ടർ അഥവാ ഈ ലിക്വിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് അപ്വേർഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഫോഴ്സ് മുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. ശരിയാണല്ലോ? അതുകൊണ്ടാണ് നമ്മളെ കൈ വിട്ട സമയത്ത് ഇത് മുകളിലേക്ക് വന്നതും, അങ്ങനെ മുകളിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് താഴ്ത്താൻ വേണ്ടി ഒരു ഫോഴ്സ് കൊടുക്കേണ്ടി വന്നതും. അപ്പൊ എനിക്ക് മനസ്സിലായി എന്ത്? ലിക്വിഡ് ആരാണ്? ഞാൻ എടുത്തത് വാട്ടർ ആണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? ലിക്വിഡ് അല്ലേ? ഓക്കെ അല്ലേ? എനിക്ക് എല്ലാവരെയും എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആരെടുത്ത്? ലിക്വിഡ് ആയ വാട്ടറിനെ എടുത്തത്. അതിന്റെ അർത്ഥം വാട്ടറിൽ മാത്രമല്ല ഇത് സംഭവിക്കുക, എല്ലാ ലിക്വിഡിലും സംഭവിക്കും. പക്ഷെ നമ്മൾ എടുത്തത് ആരെ മാത്രമാണെന്ന് മാത്രം? വാട്ടറിന് മാത്രമാണ്. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ആ ഒരു എക്സ്പെരിമെന്റിന്റെ 3 സ്റ്റേജിൽ നിന്നും എനിക്ക് മനസ്സിലായി, ഈ ലിക്വിഡ് എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റില് മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ മുകളിലേക്ക് ഒരു ഫോഴ്സ് അവിടെ ഉണ്ട്. അങ്ങനെ മാത്രം നമുക്ക് ഓർമ്മ ഉണ്ടായാൽ മതി. നമ്മൾ അവിടെ വെച്ചു. ഞാൻ എന്ത് ചെയ്തു? ഒരു പരീക്ഷണം കൂടി, അഥവാ ഒരു എക്സ്പെരിമെന്റ് കൂടി ചെയ്യാൻ പോവാണ്. സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ്. എക്സ്പെരിമെന്റ് എന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാണ്. ഓക്കെ ആണല്ലോ? എന്താണ് ആക്ടിവിറ്റി? എൻ്റെ കയ്യിൽ ഒരു സ്റ്റോൺ ഉണ്ട്. ഈ സ്റ്റോണിനെ ഞാൻ എന്താക്കി? വാട്ടറിൽ ഇറക്കി വെച്ചു. ഒരു വെള്ളത്തിൽ ഇറക്കി വെച്ചതാണ് ഈ സ്റ്റോണിനെ. ഞാൻ ആ വെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുന്ന അവസ്ഥ ഞാൻ പോയി ആ സ്റ്റോണിനെ വാട്ടറിന് മുകളിലേക്ക് എടുത്തു. ഈ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നതായ ഈ കല്ലിനെ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കൈ കൊണ്ട് എടുത്ത് പൊക്കി പുറത്തോട്ട് വെച്ചു, അഥവാ വെള്ളത്തിൽ നിന്ന് പൊക്കി പുറത്തേക്ക് എടുത്തു വെച്ചു. എന്തായിരിക്കും നിങ്ങൾക്ക് ചെയ്യാം? അഥവാ ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എല്ലാവരും ചെയ്തതായിട്ടുള്ള ഒരു കാര്യമാണിത്. ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണിത്. എങ്ങനെ? വെള്ളത്തിലിരിക്കുന്ന ഒരു കല്ലിനെ മുകളിലേക്ക് പൊക്കി വെക്കുക. ഈ പൊക്കുന്ന ഓരോ അവസരത്തിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് ഫീൽ ചെയ്തിരിക്കണോ? എന്തെങ്കിലും ഒരു ചേഞ്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോ വെള്ളത്തിൽ നിന്ന് പൊക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഭാരം കുറവുള്ള പോലെ തോന്നും അല്ലേ? വെള്ളത്തിൽ നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് പൊക്കാൻ കഴിയും. പക്ഷെ പൊക്കി വന്ന് വെള്ളത്തിന് പുറത്തെത്തി കഴിഞ്ഞാലോ നമുക്ക് അതിന്റെ ആക്ച്വൽ വെയിറ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും അല്ലേ?
അതിന്റെ അർത്ഥം വെള്ളത്തിൽ വേറൊരു കല്ലും പുറത്ത് വേറെ കല്ലുമാണോ എത്തുന്നത്? അല്ല. വെള്ളത്തിൽ നിന്ന് പൊക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഭാരക്കുറവ്, ഒരു വെയിറ്റ് ലോസ് അനുഭവപ്പെടും അല്ലെ. അപ്പൊ ഭാരം കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ പുറത്തെത്തുന്ന സമയത്തോ നമുക്ക് അതിന്റെ ആക്ച്വൽ വെയിറ്റ് തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി, വെള്ളത്തിൽ നിന്ന് വെയിറ്റ് ലോസ് അനുഭവപ്പെടുന്നുണ്ട്, പുറത്തുനിന്ന് അനുഭവപ്പെടുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? വെള്ളത്തിൽ നമ്മൾ വാട്ടർ നമ്മൾ പൊക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൂടെ ആ വാട്ടർ എന്താക്കുന്നുണ്ട്? അപ്വേർഡ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഞാനും മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഞാനൊരു അപ്വേർഡ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. എന്റെ കൂടെ തന്നെ ആ ലിക്വിഡും എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആണല്ലോ, ആ ലിക്വിഡ് എന്ത് കൊടുക്കുന്നുണ്ട്? ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളുണ്ട് വാട്ടറിന് അല്ലേ. അതുകൊണ്ട് എനിക്ക് വലിയ റിസ്ക് ഇല്ല. പക്ഷെ പുറത്തെത്തിയാലോ പിന്നെ അവിടെ വാട്ടർ ഉണ്ടോ? അയാളുടെ ഫോഴ്സിന്റെ ബോർഡർ കഴിഞ്ഞില്ലേ, അയാളുടെ ഫോഴ്സിന്റെ ലിമിറ്റ് അവിടെ കഴിഞ്ഞ്, പിന്നെ ഞാൻ മാത്രമാണ് ഫോഴ്സ് അവിടെ കൊടുക്കുന്നത്, ഞാൻ മാത്രമാണ് അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെന്താക്കാൻ കഴിയില്ല, സിമ്പിളായി പൊക്കാൻ കഴിയില്ല പുറത്തെത്തി കഴിഞ്ഞാൽ. ഈ രണ്ട് എക്സ്പെരിമെന്റിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഒബ്ജക്റ്റ് ഒരു ലിക്വിഡിൽ ഇമേഴ്സ് മീൻസ് മുങ്ങിയിരിക്കുകയാണെങ്കിൽ, എങ്ങനെ പാർഷ്യൽ ആയിട്ടാവാം അല്ലെങ്കിൽ ഫുൾ ആയിട്ടാവാം, മുങ്ങിയിരിക്കുമ്പോൾ അഥവാ ഭാഗികമായോ പൂർണ്ണമായോ ഒരു ഒബ്ജക്റ്റ് ഒരു ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്ത സമയത്ത് ആ ലിക്വിഡ് എന്താക്കുന്നുണ്ട്? അപ്വേർഡ് ആയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്വേർഡ് ആയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ലിക്വിഡിൽ അഥവാ ദ്രാവകത്തിൽ ഒരു ഒബ്ജക്റ്റ് മുങ്ങിയിരിക്കുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ മുകളിലേക്ക് ഈ ദ്രാവകം അഥവാ ഈ ലിക്വിഡ് എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു അപ്വേർഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? അപ്പോ അടുത്ത കാര്യം, ഇത് ലിക്വിഡിൽ മാത്രമല്ല, ഗ്യാസിലും ഉണ്ട് ഈ ഫോഴ്സ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഹൈഡ്രജൻ ഫിൽഡ് ആയിട്ടുള്ള ബലൂൺസ് ഉണ്ടാക്കുന്നുണ്ട്, എയറിൽ അഥവാ വായുവിൽ ഉയർന്നു പൊങ്ങുന്നുണ്ട് അല്ലേ, പൊങ്ങുന്നുണ്ട്, ശരിയല്ലേ? ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ എല്ലാവരും കണ്ട കാര്യമാണ്. അപ്പൊ അതിന്റെ കാരണം എന്താ? മുകളിലേക്ക് ഉയർന്നതിന്റെ കാരണം എന്താ? അതും അവിടുത്തെ എന്താ? എയർ മീൻസ് അവിടെ എന്താ? ഗ്യാസ് അല്ലേ, ഗ്യാസിലുള്ള ഈ അപ്വേർഡ് ഫോഴ്സ് കാരണമാണ്. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം ഇത്ര മാത്രമാണ്. ലിക്വിഡിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ ആ ഒബ്ജക്റ്റിന് മുകളിൽ അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്വേർഡ് ഫോഴ്സിനെ പറയില്ലേ, ഫോഴ്സിന്റെ പേര് നമ്മൾ ഇപ്പോഴും പുറത്ത് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ജസ്റ്റ് ഫോഴ്സ് എന്നുള്ള പേര് മാത്രമേ പറഞ്ഞുള്ളൂ, ആ ഫോഴ്സിന്റെ പേര് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അറ്റ് സെയിം ടൈം നമ്മൾ ഗ്യാസിന്റെ കേസിലാണെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ എന്താ അനുഭവപ്പെടും? ഒരു അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടും. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഫോഴ്സ് എവിടെയൊക്കെ ഉണ്ട്? ലിക്വിഡിന്റെ കേസിലുണ്ട് ആൻഡ് ഗ്യാസിന്റെ കേസിലും എന്താ ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്? ഈ ഒരു ഫോഴ്സ് അഥവാ ഫോഴ്സ് എന്ന് മാത്രം പറഞ്ഞാൽ പോലെ ഈ ഒരു അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. വെൻ എ ബോഡി ഈസ് ഇമ്മേഴ്സ്ഡ് ഫുള്ളി ഓർ പാർഷ്യലി ഇൻ എ ഫ്ലൂയിഡ്. ശ്രദ്ധിക്കുക, ഞാൻ എന്തുകൊണ്ടാണ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ, ലിക്വിഡിലും ഉണ്ട് ഇത്, ഗ്യാസിലും ഈ അപ്വേർഡ് ഫോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. ശ്രദ്ധിക്കുക, ഈ ഒരു അപ്വേർഡ് ഫോഴ്സ് ലിക്വിഡിലുണ്ട് ഗ്യാസിലുണ്ട്. അപ്പൊ ലിക്വിഡ് ഗ്യാസ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? രണ്ടിനെയും കൂടി ചേർത്ത് നമ്മൾ പേര് പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ പഠിച്ചത്? ഫ്ലൂയിഡ്സ്. അതിൽ ആരൊക്കെ പെടും? ലിക്വിഡും പെടും, അതുപോലെ തന്നെ ഗ്യാസും പെടും. അതുകൊണ്ട് നമുക്ക് ഇനി എന്ത് പറയേണ്ട ആവശ്യമില്ല, ലിക്വിഡ് ഗ്യാസ് സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമുണ്ടോ? ഈ അപ്വേർഡ് ഫോഴ്സ് എവിടെയാണ് ഉണ്ടാവുക എന്ന് പറയേണ്ടത്? ഫ്ലൂയിഡ്സിൽ കാണപ്പെടും എന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത്, നമ്മളിപ്പോ പഠിച്ച ഫ്ലൂയിഡിലുള്ള അപ്വേർഡ് ഫോഴ്സിന്റെ ഡെഫിനിഷൻ ആണ് പറയാൻ പോകുന്നത്. when a body is immersed fully or partially in a fluid, that fluid exert an upward force on it. ഒരു ഫ്ലൂയിഡ് ആ ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ അപ്വേർഡ് ആയിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടും. ഇതുവരെ നമുക്ക് അറിയാലേ. ഈ ഫോഴ്സിന്റെ പേരാണ് ബോയൻസി. ഈ ഫോഴ്സിന്റെ പേരാണ് ബോയൻസി എന്നാണ് ഈ ഫോഴ്സിന്റെ പേര്. ഈ അപ്വേർഡ് ഫോഴ്സിന്റെ പറയുന്ന പേരാണ് ബോയൻസി. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഞാൻ എപ്പോഴും എവിടെയും ഈ ബോയൻസി എന്ന് പറയുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് ഓടി വരിക ഫ്ലൂയിഡിൽ ആക്ട് ചെയ്യപ്പെടുന്ന അപ്വേർഡ് ഫോഴ്സ്, അത്ര മാത്രമേ ഉള്ളൂ. ഫ്ലൂയിഡിൽ അഥവാ ലിക്വിഡിനെ ഗ്യാസിനെ കറക്റ്റീവായി വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡിൽ ആക്ട് ചെയ്യപ്പെടുന്ന അപ്വേർഡ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുക? ബോയൻസി എന്നാണ് വിളിക്കുക. ഒരു കാര്യം കൂടി, ഞാൻ ആദ്യം ചെയ്ത എക്സ്പെരിമെന്റിൽ ഒരു വാട്ടർ ബോട്ടിൽ അതിന്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരു ബക്കറ്റിൽ വാട്ടറിന്റെ മുകളിൽ വെച്ച സമയത്ത് എന്തുകൊണ്ടാണ് താഴ്ന്നു പോകാത്ത കാരണം? വെയിറ്റുള്ള എല്ലാ വസ്തുവും ശരിക്കും താഴ്ന്നു പോകണ്ടേ?
പക്ഷെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ താഴ്ന്നു പോകാതെ സർഫസ് തന്നെ നിൽക്കാനുള്ള കാരണം എന്താ? ആ ബോട്ടിലിന്റെ വെയിറ്റിനേക്കാൾ കൂടുതൽ ഫോഴ്സ് ആര് കൊടുക്കുന്നുണ്ട്? ഈ വാട്ടർ മുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ വെയിറ്റ് കാരണമുള്ള ഫോഴ്സിനേക്കാൾ കൂടുതൽ ഫോഴ്സ് എന്താക്കുന്നുണ്ട്? വാട്ടർ മുകളിലേക്ക് കൊടുത്തത് കൊണ്ടാണ് എന്താക്കിയത്? അത് സർഫസിൽ തന്നെ നിൽക്കാനുള്ള കാരണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഫ്ലൂയിഡിൽ കാണപ്പെടുന്ന അപ്വേർഡ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ബോയൻസി. ഓക്കെ ആണല്ലോ. ശ്രദ്ധിക്കുക, നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് ബോയൻസി എങ്ങനെ ഫൈൻഡ് ചെയ്യാം. ഹൗ ടു മെഷർ ബോയൻസി എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? അതിനുള്ളൊരു മെത്തേഡാണ്. അഥവാ നമ്മൾ പഠിച്ചു എന്താണ് ബോയൻസി എന്ന് പഠിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? എങ്ങനെ ഈ ബോയൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആണ്. എൻ്റെ കയ്യിൽ ഒരു സ്റ്റോൺ ഉണ്ട്. ഈ സ്റ്റോണിന്റെ ബോയൻസി എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക, എൻ്റെ കയ്യിൽ ഒരു സ്റ്റോൺ ഉണ്ട്. നമ്മളിപ്പോ പഠിച്ചത് എന്താണ് ബോയൻസി എന്നാണ് ഇതുവരെ നമ്മൾ നോക്കിയത്. അതിന്റെ ഡെഫിനിഷൻ ആണ് നോക്കിയത്. എന്താണ് ആ ഫോഴ്സിന്റെ പ്രത്യേകത എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. അടുത്തതായി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ബോയൻസി എങ്ങനെ മെഷർ ചെയ്യാം, അല്ലെ? ഹൗ ടു ഫൈൻഡ് ബോയൻസി, അതാണ് നമ്മൾ അടുത്തതായി ചെക്ക് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്. എൻ്റെ കയ്യിൽ ഒരു സ്റ്റോൺ ഉണ്ട്. ഈ സ്റ്റോണിന്റെ കേസിൽ എനിക്ക് ഒരു ബോയൻസി കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ ആദ്യം തന്നെ എൻ്റെ കയ്യിലുള്ള സ്റ്റോണിനെ എല്ലാവരും സ്പ്രിംഗ് ത്രാസ് കണ്ടിരുന്നു. ഒരു ത്രാസ്, അതിന്റെ അടിയിൽ ഒരു ഹുക്ക് ഉണ്ടാവും, കണ്ടില്ലേ? ഈ സ്പ്രിംഗ് ത്രാസിന്റെ ഹുക്കുമേൽ ഞാൻ എന്ത് വെച്ചു? ഒരു കല്ല് വെച്ചു, ഒരു സ്റ്റോൺ വെച്ചു. എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ത്രാസ് ഉണ്ട്. അതിന്റെ എൻഡിലായിട്ട് ഞാൻ എന്ത് വെച്ചു? ഒരു സ്റ്റോണിനെ കെട്ടി തൂക്കി. ആ സമയത്ത് എനിക്ക് ഈ ത്രാസിന് എന്ത് കാണും? ആ ഒരു കല്ലിന് എത്ര ഭാരം ഉണ്ടെന്ന് കാണും, അല്ലെ? എവിടുത്തെ ഭാരം? എയറിലല്ലേ വെച്ചത്. ഓക്കെ ആണല്ലോ. എയറിലുള്ള ആ സ്റ്റോണിന്റെ വെയിറ്റ് എനിക്ക് മെഷർ ചെയ്യാം, അല്ലെ? എനിക്ക് എത്ര കിട്ടി? ബോയൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആദ്യം ഞാൻ പറയാണ്. ബോയൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് ഇൻ എയർ, എയറിലുള്ള വെയിറ്റ് എടുക്കുക, മൈനസ് വെയിറ്റ് ഇൻ ഫ്ലൂയിഡ്. നമ്മൾ എടുത്തത് എന്താണോ, ലിക്വിഡ് ആണോ അല്ലെങ്കിൽ ഗ്യാസ് ആണോ, ഏതാണെങ്കിലും ആ ഫ്ലൂയിഡിലുള്ള വെയിറ്റും എടുക്കാം. ഓക്കെ ആണല്ലോ. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന എന്താ? വെയിറ്റ് ഇൻ എയർ. ഓക്കെ ആണോ? വെയിറ്റ് ഇൻ എയർ എടുക്കുന്ന സമയത്ത് ഞാൻ ഈ കല്ലിനെ കെട്ടി തൂക്കിയ സമയത്ത് എനിക്ക് എയറിലുള്ള വെയിറ്റ് എത്രയാണ് കിട്ടിയത്? 10 ന്യൂട്ടൺ. ഓക്കെ ആണല്ലോ. മൈനസ് ഞാൻ ആ ത്രാസോട് കൂടി ഇതിനെ എവിടെ വെച്ചു? ഞാൻ ആ ത്രാസോട് കൂടി ഇതിനെ ഒരു ബീക്കറിലുള്ള വാട്ടറിലേക്ക് താഴ്ത്തി വെക്കുക ചെയ്തത്. ത്രാസിൽ നോക്കി എയറിലുള്ള, അഥവാ സ്പ്രിംഗ് ത്രാസിലെ വെയിറ്റ് എയറിലുള്ളത് ഞാൻ എടുത്തു, 10 ന്യൂട്ടൺ കിട്ടി. ആ ത്രാസോട് കൂടി ആ സ്റ്റോണിനെ ഞാൻ ഒരു ബീക്കറിലെ വാട്ടറിലേക്ക് താഴ്ത്തിയ സമയത്ത്, അഥവാ ഇവിടെ വെയിറ്റ് ഇൻ ഫ്ലൂയിഡ് എന്നുള്ളത് നമുക്ക് എന്താക്കാം? വെയിറ്റ് ഇൻ ലിക്വിഡ് എന്നാക്കാം, അല്ലെ? വെയിറ്റ് ഇൻ എന്താക്കാം? ലിക്വിഡ്. കാരണം നമ്മൾ എടുത്തത് എന്താണ്? ലിക്വിഡ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? വെയിറ്റ് ഇൻ ലിക്വിഡ് എന്നാക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ 10 ന്യൂട്ടൺ മൈനസ് വെയിറ്റ് ഇൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എത്ര? ഞാൻ ആ ബീക്കറുള്ള വെള്ളത്തിലേക്ക് ഈ ഒരു ത്രാസോട് കൂടി ഞാൻ താഴ്ത്തിയ സമയത്ത് ഞാൻ ആ ത്രാസിൽ നോക്കി, വെള്ളത്തിൽ വെച്ച് ഈ കല്ലിന് എത്രയാ ഭാരം കാണിക്കുന്നത്? വെള്ളത്തിൽ വെച്ച സമയത്ത് ഈ ത്രാസിൽ എത്രയാ കാണിക്കുന്നത്? അപ്പൊ കണ്ട സംഖ്യ എത്രയാ? 6 ന്യൂട്ടൺ, 6 ന്യൂട്ടൺ. എയറിൽ ഈ കല്ലിന്റെ വെയിറ്റ് എത്ര? 10 ന്യൂട്ടൺ. ആ ത്രാസോട് കൂടി ഞാൻ അതിനെ എവിടെ വെച്ചു? ആ ത്രാസോട് കൂടി ഞാൻ അതിനെ താഴ്ത്തി വെച്ച സമയത്ത്, ആ ബീക്കറിലേക്ക് താഴ്ത്തി വെച്ച സമയത്ത് ഞാൻ നോക്കി, വെള്ളത്തിൽ താഴ്ന്ന് എടുക്കുന്ന ആ കല്ലിന്റെ വെയിറ്റ് എത്രയാ കണ്ടത്? 6 ന്യൂട്ടൺ ആണ് കണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ 10 ന്യൂട്ടണിൽ നിന്ന് ഈ 6 ന്യൂട്ടൺ മൈനസ് ചെയ്ത സമയത്ത് എനിക്ക് എന്ത് കിട്ടി? ആ സ്റ്റോണിന് വന്ന വെയിറ്റിലെ ലോസ് നമുക്ക് ലഭിച്ചു. ക്ലിയർ അല്ലേ? ഈ 10 ന്യൂട്ടണിൽ നിന്ന് ഞാൻ ഈ 6 ന്യൂട്ടൺ ലെസ് ചെയ്ത സമയത്ത് എനിക്ക് എന്താണ് റിസൾട്ട് കിട്ടിയത്? ആ സ്റ്റോണിന് സംഭവിച്ച വെയിറ്റ് ലോസ് അഥവാ ഭാരക്കുറവ് എനിക്ക് കിട്ടി. എത്രയാണ് സംഖ്യ? 10 മൈനസ് 6, 4 ന്യൂട്ടൺ ആണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കിട്ടിയ ഈ 4 ന്യൂട്ടൺ, ഈ 4 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വന്ന വെയിറ്റിലുള്ള ഡിഫറൻസ് ആണ് 4 ന്യൂട്ടൺ, അല്ലെ? ഈ വെയിറ്റ് ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അല്ലെങ്കിൽ ഇവിടുത്തെ ഈ വെയിറ്റ് ഡിഫറൻസ് തന്നെയാണ് ആര്? ബോയൻസിയും. ഇപ്പൊ നമ്മളോട് ഒരു സ്ഥലത്ത് പറയാണ്, ഒരു എക്സാമിന് പറയാണ്, ബോയൻസി കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? എയറിലുള്ള വെയിറ്റ് മൈനസ് നമുക്ക് തന്ന ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡിലുള്ള വെയിറ്റ്. ക്ലിയർ അല്ലേ? അതിനെ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ആൻസർ കിട്ടും? ഒരു വെയിറ്റിലുള്ള ഡിഫറൻസ് കിട്ടുമല്ലോ. ഇവിടെ എത്രയാ കിട്ടിയത്? 4 ന്യൂട്ടൺ. ഇതാണ് അവിടുത്തെ ആര്? ബോയൻസി. അപ്പൊ ബോയൻസി കാണാൻ പറഞ്ഞാൽ വെയിറ്റ് ഡിഫറൻസ് കണ്ടാൽ മതി.
ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എന്താ ബുയൻസി എന്ന് നോക്കി, അതുപോലെ എന്താണ് എങ്ങനെ അതിനെ മെഷർ ചെയ്യാം. അപ്പൊ എല്ലാവരും തന്നെ ഇത് നോട്ടിലേക്ക് കോപ്പി ചെയ്യുക, അതുപോലെ തന്നെ നന്നായി പഠിച്ച് ശ്രദ്ധിക്കാം. ഓക്കെ.